നമസ്കാരം. ബിഗ് ബോസ് ഇന്നത്തെ വീക്കിലി ടാസ്ക് മൂന്നാമത്തെ ടാസ്കും കഴിഞ്ഞു. അതായത് നമ്മുടെ ഒരു സ്ക്രാച്ച് കാർഡ്, അതായത് ബ്ലൈൻഡ്സ് ഇട്ട് അകത്താണ്, മഴയായതുകൊണ്ട് പുറത്ത് ഗെയിമൊന്നുമില്ല, അകത്താണ് ഗെയിം. അതായത് സ്ക്രാച്ച് കാർഡ് അവിടെ ഇവിടെയൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് മാക്സിമം കണ്ടെത്തണം. അതിനകത്ത് പോയിന്റ്സും ഉണ്ട്, പണികളും ഉണ്ട്. അപ്പം ഇതായിരുന്നു ടാസ്ക്. അപ്പം എല്ലാവരും ആവശ്യത്തിനെടുത്തു. പക്ഷെ അനീഷിന് സത്യമായ ഗെയിം എന്താണെന്ന് മനസ്സിലായില്ല. അനീഷ് ഇത് കണ്ടിട്ടും എടുക്കാതെ പോയി. അവസാനം നൂറ പറഞ്ഞു വരുമ്പോൾ അനീഷിന്റെ കാലും കീഴെ കിടക്കുന്നവരെ നൂറ് എടുത്തുകൊണ്ട് പോയപ്പോഴാണ് അനീഷ് മനസ്സിലായത് അനീഷ് കണ്ടതൊക്കെ ആയിരുന്നു കാർഡെന്ന്. ഒക്കെ അങ്ങനെ ഒരു സംഭവം നടന്നു. അതേപോലെ തന്നെ എല്ലാവർക്കും നൂറയ്ക്കാണ് എല്ലാവർക്കും കുറെ കാർഡ്സ് കിട്ടി. അതിനകത്ത് ആദിലയാണ് ആദ്യം വായിച്ചത്. ആദിലേക്ക് കിട്ടിയ കാർഡിനകത്ത് ഒരെണ്ണം ബേൺ എന്നായിരുന്നു. ആ കാർഡ് കിട്ടിയാൽ അത്രയും ആ ആൾക്ക് കിട്ടിയ ബാക്കി പോയിന്റ്സ് എല്ലാം, ആ കളിയിൽ കിട്ടിയ പോയിന്റ്സ് എല്ലാം റദ്ദാകപ്പെടും. ഇതായിരുന്നു സംഭവം. അങ്ങനെ ഓരോരുത്തർക്കും പോയിന്റ്സ് കിട്ടി. ആദിലെ വിളിച്ച് വേറെ ആർക്കും ബേൺ എന്ന് പറയുന്ന ഒരു കാർഡ് കിട്ടിയില്ല. അപ്പൊ ഒരു യെല്ലോ ആയിരുന്നു ഈ ബേൺ എന്ന് പറഞ്ഞത്. അപ്പൊ ആര്യൻ എന്തോ ഇത്, ആര്യന് എല്ലാം കോയിൻസ് എല്ലാം ഇത് കഴിഞ്ഞപ്പം സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞപ്പം ബിഗ് ബോസ് ചോദിച്ചു ആരാണ് കോയിൻസ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന്. അപ്പൊ ആര്യൻ പറഞ്ഞു ഞാനാണെന്ന്. അപ്പൊ ആര്യന് സംഭവം എന്താണെന്ന് വെച്ചാൽ ആദിലേക്ക് ഈ യെല്ലോ കാർഡിനകത്ത് ബേൺ എന്ന് കണ്ടപ്പോൾ ആര്യന് കിട്ടിയ യെല്ലോ കാർഡ്സ് എല്ലാം ആര്യൻ എടുത്ത് ഹൈഡ് ചെയ്ത് വെച്ചു. ബിഗ് ബോസിനെ കളിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് ബിഗ് ബോസ് പറഞ്ഞു. അപ്പം ആ കാർഡിനകത്തുണ്ടായിരുന്നു, ഒരെണ്ണത്തിനകത്ത് പോയിന്റ് ഉണ്ടായിരുന്നു, ഒരെണ്ണത്തിനകത്ത് ഉരുളക്കിഴങ്ങ് ഉള്ള സംഭവങ്ങളൊന്നും കഴിക്കാൻ പാടില്ലെന്നായിരുന്നു ഒന്ന് നോൺ വെജ് കഴിക്കാൻ പാടില്ല. ഇങ്ങനെ രണ്ട് പണികളും കൂടെ ആയിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പം അപ്പോഴത്തേക്ക് അനീഷ് എഴുന്നേറ്റ് പ്രകടനം തുടങ്ങി. അനീഷ് വൻ പ്രകടനമായിരുന്നു. സത്യം പറഞ്ഞാൽ അനീഷിന്റെ ചില സമയത്തെ പ്രകടനം നമുക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ആയിരുന്നില്ല. ഇന്നലെ ഞാൻ നോക്കി ആരും നന്നായിട്ട് കളിച്ചതന്നെ. അതിനകത്ത് ആദിലെയാണ് ശരിക്കും പറഞ്ഞാൽ ഫൗള് കാണിച്ചത്. നമ്മൾ കണ്ടതുമാണ്. അക്ബറിന്റെ ഇതെല്ലാം എടുത്തത് ആര്യനാണ്. പക്ഷെ ഇപ്പം അക്ബറിന്റെ കോയിൻസ് എല്ലാം ആര്യൻ എടുത്തുന്ന രീതിയിലാണ് അവിടെ പ്രചരണം നടക്കുന്നത്. അപ്പൊ ഇതാ സംഭവം. പക്ഷെ ആര്യൻ അത് നോക്കിയെന്നും പറയുന്നു, നോക്കിയെന്നും പറഞ്ഞു. അത് ബിഗ് ബോസിനെ അറിയത്തുള്ളൂ. ചരണ്ടി നോക്കിയിട്ടാ വെച്ചതെന്നൊക്കെ പറയുന്നു. അതൊന്നും ബിഗ് ബോസിനെ അറിയത്തുള്ളൂ. നമ്മളെ അത് കാണിക്കുന്നില്ല. അപ്പൊ ഇപ്പം അനീഷിന്റെ ആവശ്യം ഈ കഴിഞ്ഞ രണ്ട് ആര്യന് കിട്ടിയതും റദ്ദാക്കണം എന്നാണ് അനീഷിന്റെ ആവശ്യം. കാരണം കഴിഞ്ഞ രണ്ടിനും ജയിച്ചു നിൽക്കുന്ന ആര്യനാണ്. അപ്പൊ ആര്യന്റെ അതെല്ലാം റദ്ദാക്കി കഴിഞ്ഞാല് ജയിക്കുന്ന വേറൊരാളായിരിക്കുമല്ലോ. അപ്പൊ ആരും ജയിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കളിയാണ് അനീഷ് കളിക്കുന്നത്. പക്ഷെ എങ്കിൽ ബാക്കി എല്ലാവരും പറഞ്ഞു ഇന്നലത്തെ ഒന്നും റദ്ദാക്കേണ്ട കാര്യമില്ല, ഇന്നത്തെ റദ്ദാക്കണം ആരും ഇങ്ങനെ കളിച്ചുകൊണ്ട്. അനുമോൾ ഇതെല്ലാം ഗെയിം എല്ലാം കഴിഞ്ഞ് പോയി വേണ്ട രണ്ട് കോരിയെടുത്തോണ്ട് വന്നു. അത് ചിരണ്ടെണ്ണ അവിടെ കൊണ്ട് വെച്ചേക്കാൻ ബിഗ് ബോസ് പറഞ്ഞു. അവസാനം ബിഗ് ബോസ് ഈ അലമ്പെല്ലാം കഴിഞ്ഞിട്ട് ബിഗ് ബോസ് പറഞ്ഞു പണി കൊടുക്കുന്നതും ഒക്കെ തീരുമാനിക്കുന്നത് ഞാനാണ്, നിങ്ങളാരും ചെയ്യണ്ടെന്ന് പറയാതെ പറഞ്ഞു. അതായത് അനീഷിനോട് മിണ്ടാതിരിക്കാൻ പറയാതെ പറഞ്ഞു. അത്രേ ഉള്ളൂ. ഇതാണ് നടന്ന സംഭവം. ഗെയിം കൊള്ളായിരുന്നു, പക്ഷെ അതാ ഇങ്ങനെയൊക്കെ സംഭവിച്ചു, അത്രേ ഉള്ളൂ.